ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ചേന അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു ചേന അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ചേന അച്ചാർ ഉണ്ടാക്കുന്നത്. സോ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അതേപോലെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ഈത്തപ്പഴം വേണം. പിന്നെ അതേപോലെ ഉലുവ, കടുക്, ജീരകം, ആവശ്യത്തിനുള്ള അച്ചാറും പൊടി. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ചേനയാണ്. ചേന ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പൊരിച്ചെടുക്കുമ്പോൾ കുറേ അങ്ങ് ക്രിസ്പി ആവാനും വേണ്ട, അതേപോലെ കുറേ വെന്ത് ഉടയൊന്നും വേണ്ട. ഒരു നേരിയ പൊരിച്ചെടുക്കൽ മാത്രം മതി. നമ്മൾ കുറച്ച് ദിവസം വെക്കുമ്പോൾ നന്നായിട്ട് അത് അലിയും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഒരു പാകത്തെ വേവിൽ പൊരിച്ചെടുത്താൽ മതി. പൊരിച്ചെടുത്ത എണ്ണയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഉലുവ, കടുക്, അതേപോലെ തന്നെ ജീരകം, ഈ 3 സംഭവം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള മുളക്, പച്ചമുളക്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ല രസമുള്ളൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അച്ചാറും പൊടി ഇതേപോലെ ഇടുക. അച്ചാറും പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. അതിൻ്റെ പച്ചമണം മാറിയിട്ട് വേണം നമ്മൾ അരച്ചെടുത്ത ഈത്തപ്പഴം ഇതിലേക്ക് ചേർക്കാൻ. ഈത്തപ്പഴം ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചേന കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ നമ്മൾ ഇവിടേക്ക് സുർക്ക എന്നാണ് പറയുക. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇത്ര ആവശ്യത്തിന് ചേർത്താൽ മതി. അത്യാവശ്യത്തിലധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ്, മുളകൊക്കെ നോക്കുക. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറായിട്ടാണ് എനിക്കിത് തോന്നിയത്. എല്ലാവരും ചേന കുറേ കിട്ടുന്ന സമയത്ത് ഒക്കെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.